ഹലോ, നൗഫലാണ് കൊബോൾട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ ചോക്ലേറ്റ് ഫൗണ്ടൈന്റെ മെഷീനുകളാണ്. ചെറിയ ചോക്ലേറ്റ് ചെറുത് മുതൽ വലുത് വരെ ഉണ്ട്. കുറെ വലുതില്ല, ഒരു 4 ലെയർ 5 ലെയർ ഒക്കെ ഉള്ളൂ. ഇതിലേറെ 2 ലെയർ മുതൽ 8 ലെയർ 10 ലെയർ വരെയൊക്കെ വരുന്ന ചോക്ലേറ്റ് ഫൗണ്ടൈൻ ഉണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത് ഈ ഐറ്റംസ് ആണ്. നമുക്ക് ഓർഡർ അനുസരിച്ചിട്ട് എത്രയും നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും. നമ്മൾ ചോക്ലേറ്റ് ഫൗണ്ടൈന്റെ മെഷീൻ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അതിൽ കുറച്ച് ഡൗട്ടുകൾ പറഞ്ഞുകൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യേണ്ടതും എങ്ങനെയാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യേണ്ടത്, ഇതിൽ എങ്ങനെയാണ് ഒഴിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, പിന്നെ ഈ ചോക്ലേറ്റ് ഫൗണ്ടൈൻ ഷോപ്പിൽ വെച്ചുകൊണ്ട് എന്താണ് വേറെ ഉപകാരങ്ങൾ എന്നുള്ളതൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ബാർ എടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള പാലിന് വേണ്ടി 1/2 ലിറ്റർ പാൽ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചൂടിൽ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാണ്. അതിന്റെ പുറത്ത് നമ്മൾ കുറച്ച് ഹോട്ട് വാട്ടർ കൂടി എടുക്കും. അപ്പൊ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ ഈ ഇതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ട് നമ്മൾ ഇനി അതിനുശേഷം പാലും ചൂടുള്ള വെള്ളത്തിൽ വെച്ചിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, ചോക്ലേറ്റ് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മളത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ കത്തി കൊണ്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വളരെ ചെറിയ കട്ടായിട്ട് എടുത്ത് വെച്ച ചോക്ലേറ്റ് ആണ്. ഇനി നമ്മൾ ഇതൊരു സ്റ്റീലിന്റെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ അതിൽ ചൂടുവെള്ളം അതിന്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ അങ്ങനെയും പിന്നെ കുറച്ച് ചൂടുള്ള പാല് കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് മെൽറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് മെൽറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മള് ചോക്ലേറ്റിൽ ഇതിന്റെ അടിയിൽ ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്. അപ്പൊ അങ്ങനെ വെച്ചിട്ട് കുറച്ച് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ നല്ല ടൈറ്റ് ആണ് ചോക്ലേറ്റ്, അതൊന്ന് ലൂസ് ആക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചൂടുള്ള പാലാണ്, അപ്പൊ നല്ല സെറ്റായി കിട്ടും. അപ്പൊ നമ്മൾ പാൽ ഒഴിച്ചത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് നമ്മളെ ആവശ്യത്തിന്റെ തിക്നെസ്സിനനുസരിച്ച് നമ്മൾ റെഡിയാക്കി എടുക്കണം. ഓക്കെ, അപ്പൊ നമ്മള് നേരത്തെ ചോക്ലേറ്റ് ഒരു കിലോന്റെ 1/2 കിലോന്റെ 2 ബാർ വെച്ചിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാല് 1/2 ലിറ്റർ വെച്ചിട്ടുള്ള നമ്മൾ 300 ml പാലാണ് വെച്ചത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 300 ml ചൂടുള്ള പാലും ഒഴിച്ച് നമ്മൾ ആ ചോക്ലേറ്റ് ചോക്ലേറ്റ് ചെറുതാക്കി അരിഞ്ഞിട്ട് പാൽ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ അടിയിൽ ഒരു ചൂടുള്ള പാത്രത്തിൽ ചൂടുള്ള വെള്ളം വെച്ചിട്ട് അതിന്റെ മേലെ ഒരു സ്റ്റീൽ പാത്രത്തിൽ ചോക്ലേറ്റ് ഇട്ട് പാല് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ ഇതേപോലെ നല്ല ലൂസായി കിട്ടും. ഇനിയിപ്പോ നമ്മള് ഈ ചോക്ലേറ്റ് ഈ ഫൗണ്ടൈനിലേക്ക് വെച്ചിട്ട് ഫൗണ്ടൈൻ ഓൺ ആക്കുകയാണ്. ഈ ഫൗണ്ടൈന്റെ എന്താന്ന് നോക്കാന്നുള്ള വെച്ചാല് ഒന്നുമില്ല, സിമ്പിൾ മെത്തേഡാണ് ഫൗണ്ടൈന്. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഊരെടുക്കാൻ പറ്റും. ഇത് ക്ലീൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഊരെടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് ചെറിയ വാഷർ നമ്മൾ ഇതിലിടണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ടൈറ്റ് ആവില്ല. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഇതിന്റെ ബീറ്റർ ഇങ്ങനെ ഇടുക. അതിനുശേഷം ഇത് കറക്റ്റായിട്ട് പോയിന്റ് ചെയ്യുക. അത് ഇത്ര വർക്കേ ഉള്ളൂ. പിന്നെ ആവശ്യമുള്ളത് വെച്ചാൽ 2 ബട്ടൺ ഉണ്ട്. ഒന്ന് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, ഓൺ ഓഫ് മോട്ടർ ഓൺ ഓഫും, പിന്നെ രണ്ടാമത്തെ ഹീറ്റ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ചെറിയൊരു ചൂട് ഉണ്ടാവുള്ളൂ ഇതില്. ഹീറ്റ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് എന്താ വെച്ചാൽ നമ്മൾ ചോക്ലേറ്റ് നമ്മൾ ചൂടാക്കിയിട്ട് മെൽറ്റ് ചെയ്യുന്ന സാധനമാണ്. ഇത് തണുത്ത് പോകുമ്പോൾ കട്ട പിടിക്കും. അപ്പൊ അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഇതിലൊരു ഹീറ്റിങ്ങിന്റെ മെത്തേഡ് കൊടുക്കുന്നത്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനുള്ള മെഷീൻ വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് മെൽറ്റ് ചെയ്യണമല്ല, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനുള്ള മെഷീൻ വേറെ ഉണ്ട്. ഇപ്പോൾ മെൽറ്റ് ചെയ്യാനായിട്ടുള്ള മെഷീൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ചോക്ലേറ്റ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പൊ അത് ഓൺ ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫൗണ്ടൈൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഫൗണ്ടൈൻ ഓൺ ആക്കിയിട്ട് നമ്മൾ മേപ്പട്ടെന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക്
നമ്മള് ചോക്ലേറ്റ് നമ്മൾ മൊത്തമായിട്ട് 1 കിലോ ചോക്ലേറ്റ് നമ്മൾ മൊത്തമായിട്ട് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് 1 കിലോനായതുകൊണ്ട് ഒരു മീഡിയം മെഷീൻ എടുക്കുന്നത്. വലിയ മെഷീനാണെന്നുണ്ടെങ്കിൽ 1 കിലോ പോരാ, 2 കിലോ 3 കിലോ ചോക്ലേറ്റ് വേണം. അപ്പോൾ ഇതാവുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ചോക്ലേറ്റ് കറക്റ്റ് ആയിട്ട് എല്ലായിടത്തും ഫൗണ്ടൈനായിട്ട് കറക്റ്റ് വരും. ചോക്ലേറ്റ് ഫൗണ്ടൈൻ മെഷീന് നമ്മൾ ശരിക്കും ഒരു ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രം വെക്കുന്നതാണ്. ഇതിപ്പോൾ ചെറിയൊരു മെഷീനാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് 4, 5, 10 ലെയറൊക്കെ ഉള്ളത് വലിയ ഹൈറ്റിൽ വെക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഷോപ്പിന്റെ ആംബിയൻസിനനുസരിച്ച് നമ്മളെ ഫൗണ്ടൈൻ്റെ അളവും സൈസും ഒക്കെ മാറ്റാൻ പറ്റും. നല്ല ഒരുപാട് ഹൈറ്റിൽ വെക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ഫൗണ്ടൈൻ പോലെ വരുന്നതാണ്. ഇത് ഒരു ഡിസ്പ്ലേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഡിസ്പ്ലേക്ക് യൂസ് ചെയ്യുമ്പം ഇതേപോലെ നമ്മൾ വേപ്പർ മെഷീനോ അങ്ങനെ എന്തെങ്കിലും അതിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ, വേപ്പർ നമ്മൾ റൈറ്റ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വേപ്പർ ഉണ്ടാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതൊക്കെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള റൈറ്റ് ആണ്. അപ്പോൾ നല്ലൊരു ബിസിനസ് ആശയങ്ങളൊക്കെ തോന്നുന്ന ആളുകൾക്കൊക്കെ പറ്റിയ ഒരു മെഷീനാണത്. ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ ചെറിയ ബിസിനസ് തുടങ്ങാൻ പറ്റും. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടുകളും നമ്മൾ കൊബോൾട്ട് ചെയ്തു തരും. നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ ചെയ്തു തരും. ചോക്ലേറ്റും വേപ്പറൊക്കെ ഉണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ അതിനെക്കുറിച്ച് അറിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. കാരണം അത് കൊബോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടാൽ അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്തു തരും.